അസ്സലാമു അലൈക്കും. ഓരോ ദിവസവും പുതിയ ഓരോ ഐറ്റം കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലേ എന്നുള്ള ഒരു ആകാംക്ഷയോടെയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. പക്ഷേ എല്ലാ ഐറ്റവും നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അത്രയും സപ്പോർട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തരുന്നത്. ഒരുപാട് ഐറ്റങ്ങളാണ് ഓരോ ദിവസവും കൊണ്ടുവരുന്നത്. അതിലെല്ലാം മിക്കതും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവരുന്ന ഐറ്റങ്ങളുണ്ട്. പിന്നെ ചില കസ്റ്റമർക്ക് ചില ടൈമിൽ നമുക്ക് പറയുന്ന ടൈമിൽ തന്നെ കൊടുക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ കാരണം ചിലപ്പോൾ ഡൈ ചെയ്തെടുക്കുന്ന മെറ്റീരിയലൊക്കെ ആയിരിക്കും. മെറ്റീരിയലിൽ കളർ ഡൈ ചെയ്ത് അത് വാഷിങ്ങൊക്കെ കഴിഞ്ഞ് സ്റ്റിച്ചിങ്, വാഷിങ്, അയണിങ്, പാക്കിങ് എല്ലാ കാര്യങ്ങളും ചെയ്തു വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. ചിലപ്പോൾ 10 ദിവസമെന്ന് പറയുന്നത് 15 ദിവസമൊക്കെ ആയാലും നമുക്ക് പ്രൊഡക്റ്റ് ഇവിടെ എത്തൂല. ചിലപ്പോൾ കൊറിയറിൻ്റെ എന്തെങ്കിലും ഡിലേ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാരണം എംബ്രോയ്ഡറി വർക്ക് ചിലപ്പോൾ ഫിനിഷിങ് ആവില്ല. അങ്ങനെയൊക്കെ 1-2 ദിവസം താമസിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടാനും താമസിക്കും കേട്ടോ. മാക്സിമം ഞാൻ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട്. പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് അയക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ പ്രീ ബുക്കിംഗ് ഐറ്റം വരുമ്പോഴാണ് കുറച്ചൊന്ന് ഡിലേ ആവുന്നത്. ആരെയും മനഃപൂർവ്വം കരുതി കൂട്ടിയിട്ട് പറ്റിക്കുന്നതോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കുറേ പേരൊക്കെ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ പറ്റിക്കുകയാണോ, ആളെ പറ്റിക്കുന്നതാണോ, ചതിക്കുകയാണോ എന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ അഡ്രസ്സ് എഴുതുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫംഗ്ഷൻ്റെ ഡേറ്റ് മെൻഷൻ ചെയ്ത് തന്നെ ഓർഡർ ആക്കണം. അപ്പോൾ ഫംഗ്ഷൻ്റെ ഡേറ്റൊക്കെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് ആ ഫംഗ്ഷൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഫംഗ്ഷൻ ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ ഞാൻ റീഫണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാറുണ്ട്. അപ്പോൾ മാക്സിമം എത്രയും വേഗം തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ അഡ്രസ്സ് എഴുതി വിടുമ്പോൾ അതിൽ നിങ്ങളുടെ പേര്, പിൻകോഡ്, ഫോൺ നമ്പർ, സൈസ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ വിടുക. പിന്നെ ചില ടൈമിൽ സ്റ്റോക്ക് ഔട്ട് പറയുന്നതെന്ന് പറയുമ്പോൾ കൗണ്ടിങ്ങിലൊക്കെ വരുന്ന മിസ്റ്റേക്കാണ് കേട്ടോ. ചിലപ്പോൾ ഏതെങ്കിലും കസ്റ്റമർ ഓർഡർ ചെയ്തിട്ട് അപ്പോൾ തന്നെ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ആ കൗണ്ടിങ്ങിൽ തെറ്റാറുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഓർഡർ വരുമ്പോഴും കൗണ്ടിങ് തെറ്റാറുണ്ട്. ചിലപ്പോൾ ചില ഐറ്റങ്ങൾ സ്റ്റിച്ച് ചെയ്തൊക്കെ വന്നാലും അതിലെന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഒക്കെ പാക്കിങ്ങിൻ്റെ ടൈമിലായിരിക്കും കാണുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഓർഡർ എടുത്തതിന് ശേഷം സ്റ്റോക്ക് ഔട്ട് പറയുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. ഏതെങ്കിലും ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ആക്കാവുന്നതാണ്. പുതിയ പുതിയ ഐറ്റത്തിൻ്റെ ഫോട്ടോസ് കാണാനായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇനി നമ്മൾ കാണുമോ എന്ന് അറിയില്ല കേട്ടോ.